ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്നൊരു ഭാഗത്തിൻ്റെ വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സച്ചി രേവതി പിണക്കങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് നല്ല നല്ല എപ്പിസോഡുകൾ നമുക്ക് വരാനുണ്ട് കേട്ടോ. ആരും തന്നെ അത് മിസ് ചെയ്യരുത്. മിക്കവരും തന്നെ കമൻറ്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട്, എപ്പിസോഡ് വളരെയധികം ബോറാകുന്നു, ഒന്നുകിൽ സച്ചി എല്ലാ സത്യങ്ങളും തുറന്നു പറ, അതല്ല എന്നാണെങ്കിൽ രേവതി തന്നെയായിട്ട് എല്ലാ സത്യങ്ങളും അറിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ ഒരു സാഡായിട്ടുള്ള എപ്പിസോഡുകൾക്കിടയിൽ നല്ല അടിപൊളി ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ രീതിയിലുള്ള നല്ല അടിപൊളി എപ്പിസോഡിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടിയിട്ട് വലിയൊരു ഓർഡർ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതായത് 500 പൂമാലകൾക്കുള്ള ഓർഡർ, അതായത് ഏകദേശം 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ നമ്മുടെ സച്ചി പിടിച്ചുകൊണ്ട് വരാം. തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ പാർട്ടിക്കാർ 500 പേർക്ക്, നിർദ്ധരായ കുടുംബത്തിലെ 500 പേർക്ക് കല്യാണം നടത്തി കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി യാദൃശ്ചികമായി തന്നെ ഇവരുടെ പാർട്ടി ഓഫീസിൽ ചെല്ലുകയാണ് കേട്ടോ. ഒരു കസ്റ്റമർ സച്ചി ഓട്ടം വിളിക്കുകയും സച്ചി അയാളെ അവിടെ ഇറക്കി വിട്ടതിന് ശേഷം പോകാനിറങ്ങുന്ന സമയത്താണ് പാർട്ടി ഓഫീസിൽ നിന്ന് സച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഒരാളും കൂടി നടന്നു വരികയാണ്. ഇത് മറ്റാരുമല്ല, നമ്മുടെ സച്ചിയുടെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയുടെ കൂട്ടുകാരൻ പറയുകയാണ്, നീ എന്തായാലും പാർട്ടിയിലേക്ക് ഇറങ്ങി നിന്ന് നോക്കുക, കാരണം നിനക്ക് നല്ല ജനപിന്തുണയുണ്ട്, നീ തീർച്ചയായിട്ടും പാർട്ടിയിൽ വിജയിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ പൊന്നു മോനെ, ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് ജീവിച്ചു നോക്കട്ടെ, എനിക്ക് പാർട്ടിയും വേണ്ട ഒന്നും വേണ്ട, വീട് തന്നെ ഭരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്, ഇപ്പം തന്നെ ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, ഇത് നാടിനോടെ ഭരിക്കാൻ നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാനായിട്ട് ഒരു തമാശ രൂപേണ. ഈ ഒരു സമയത്താണ് സച്ചിയുടെ സുഹൃത്തിനെ, ഇവരുടെ മെയിനായിട്ട് വരുന്ന നേതാവ് സച്ചിയുടെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. ഈ ഒരു സമയത്ത് സച്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞു, നീ വാ, നിന്നെ ഞാൻ നേതാവിനെ പരിചയപ്പെടുത്തി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് നേതാവ് ചോദിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, നമ്മൾ 500 പേർക്ക് വേണ്ടിയിട്ടുള്ള കല്യാണമാണ് നടത്താൻ പോകുന്നത്, ഒരു കുറവുകളും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സച്ചിയുടെ കൂട്ടുകാരൻ പറയുകയാണ്, എല്ലാം ഓക്കെയാണ്, പക്ഷേ 500 പൂമാലകൾ കെട്ടിത്തരാമെന്ന് പറഞ്ഞിരിക്കുന്ന അവൻ ഒരു പെൺകുട്ടിയുമായിട്ട് ഓടിപ്പോയി, ആ പൂമാലകളുടെ ഓർഡർ എല്ലാം തന്നെ ക്യാൻസലായി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് സഹിക്കാനാവുന്നില്ല. വേഗം തന്നെ സച്ചിയുടെ കൂട്ടുകാരെ ഷോൾഡറിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീയല്ലേ എല്ലാ കാര്യങ്ങളും ഏറ്റുന്നത്, പിന്നെ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, നീ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കൂട്ടുകാരനോട് ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. ഈ ഒരു സമയത്ത് സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നത്, സാർ ഇപ്പോൾ ഒരു പരിഹാരത്തിന് ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഇതെൻ്റെ കൂട്ടുകാരൻ സച്ചി, ഇവൻ്റെ ഭാര്യ നന്നായിട്ട് പൂമാല കെട്ടി, ആ ലോക്കലിൽ ഏറ്റവും നല്ല പൂമാല കെട്ടിക്കൊടുക്കുന്നതും സച്ചിയുടെ ഭാര്യ തന്നെയാണ്, അവന് ഈ ഒരു ഓർഡർ കൊടുക്കണം, 2 ദിവസത്തിനുള്ളിൽ തന്നെ അവൻ പൂമാല കെട്ടിത്തരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇദ്ദേഹം വേഗം തന്നെ സച്ചിയോട് ചോദിക്കുകയാണ്, ഇവൻ പറഞ്ഞ നേരാണ്, നിന്റെ ഭാര്യ പൂമാല കെട്ടിത്തരും, 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആക്കി തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, ആ ലോക്കലിൽ ഏറ്റവും നല്ല പൂമാല കെട്ടുന്നത് എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് സാർ ധൈര്യമായിട്ട് ഓർഡർ എനിക്ക് തന്നു, ഞാൻ 2 ദിവസം തന്നെ പൂമാല കെട്ടിത്തരാം എന്നൊക്കെ പറയാം കേട്ടോ. ഈ ഒരു സമയത്ത് ഇദ്ദേഹം ഒരു ടോക്കൺ 20,000 രൂപയുടെ ടോക്കൺ സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ഇത് അഡ്വാൻസ് ആണ്, ബാക്കി തുക നീ പൂമാല കെട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് തരാം, പിന്നെ പറഞ്ഞ ബാക്കിലൊരു മാറ്റം ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. പോകുന്ന സമയത്ത് തൻ്റെ കൂട്ടുകാരനോടായിട്ട് സച്ചി നന്ദിയൊക്കെ പറയുന്നുണ്ട്, കാരണം ഇത്രയും വലിയൊരു ഓർഡർ അതും പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടിയതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് സച്ചി വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ സച്ചി രവിയോടായിട്ട്, അച്ഛ രേവതിനെ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത നമ്മുടെ സച്ചി പറയുന്ന സമയത്ത് രേവതി ആദ്യം പറയുന്നുണ്ട്, അച്ഛൻ എന്താ അച്ഛൻ പറയുന്നത്, ഇത്രയും വലിയ ഓർഡർ, അത് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കളിയാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും, അല്ല അച്ഛാ, ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എൻ്റെ കൂട്ടുകാരൻ വഴി കിട്ടിയൊരു ഓർഡറാണ്, 2 ദിവസത്തിനുള്ളിൽ ചെയ്ത് തീർക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, 2 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ അച്ഛ എന്തേ പറയുന്നത്, 2 ദിവസം കൊണ്ട് ഒന്ന് 500 പൂമാല കെട്ടിത്തീരുകയില്ല എന്നൊക്കെ നമ്മുടെ രേവതി പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ പറ, ഞാൻ അവന് വാക്ക് കൊടുത്തിട്ട് വന്നതാണ്, എന്തായാലും പൂമാല കെട്ടി കൊടുക്കാൻ ശരിയാവുകയില്ല, എന്ത് വേണം, എന്ത് സഹായം വേണം ഞാൻ ചെയ്തു തരാമെന്ന് പറ എന്നൊക്കെ രവിനോട് പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നുണ്ട്, എന്തായാലും കൊണ്ടുവന്നല്ല, ഞാൻ എന്തായാലും ശ്രമിച്ചു വെക്കാം, പക്ഷേ എനിക്ക് പൂ കെട്ടുന്നതിന് വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന 2-3 ചേച്ചിമാരുണ്ട്, അതുകൂടാതെ ദേവുവിനെയും കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കും, അത് മാത്രമല്ല പൂക്കളൊക്കെ ഓർഡർ ചെയ്തെടുക്കാനായിട്ട് ഒരാളുടെ സഹായം, ഒരു വണ്ടിക്കാരൻ്റെ സഹായം കൂടെ എനിക്ക് ആവശ്യമാണ്, അതെനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിക്കുക അച്ഛാ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് സച്ചി പറയുകയാണ്, അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറ അച്ഛ, ഞാൻ എല്ലാത്തിനും ഒരുക്കാണെന്ന് സച്ചി പറയാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇവർ തമ്മിലുള്ള സംഭാഷണത്തിലിടയ്ക്ക് നമ്മുടെ രവിയാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്, കാരണം രണ്ടുപേരും പരസ്പരം തമ്മിൽ സംസാരിക്കില്ലല്ലോ. രേവതി ആണെങ്കിലും പറയുന്നത് രവിയോടാണ്, രവി എന്നിട്ട് രേവതിയുടെ ചോദ്യം അതുപോലെ തന്നെ സച്ചിയോടും, സച്ചി തൻ്റെ ചോദ്യങ്ങളെല്ലാം തന്നെ രവിയോടും, രവി അതേ രീതിക്ക് തന്നെ രേവതിയോടുമായിട്ട് പറയുകയാണ്. അതായത് രണ്ടുപേരും പരസ്പരം കേൾക്കുന്നുണ്ടെങ്കിലും സംസാരിക്കുന്നത് രവിയോടാണ് എന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. അങ്ങനെ പൂമാലയുടെ ഒക്കെ ഓർഡർ പിടിച്ച് 500 പൂമാല 2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ രേവതിയും ജയനും കുറേ ചേച്ചിമാരെ കൂടിയിട്ട് കെട്ടി തീർക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിക്ക് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടിയെന്നുള്ള കാര്യം ശരത്ത് മുഖേന ആന്റണി അറിയാണ്.
ആന്റണി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാശിക്ക്, അതായത് നമ്മുടെ രേവതി നേരിട്ട് നിന്ന് ആന്റണിനെ ഭീഷണിപ്പെടുത്തിയല്ലോ, ഇനി എൻ്റെ സച്ചിയുടെ കുറുക് വന്നു കഴിഞ്ഞാൽ ഇതിന് ചെരുപ്പൂരി അടിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാൽ, അതുമാത്രമല്ല നമ്മുടെ സച്ചിയാണെങ്കിൽ ഏത് സമയത്ത് കണ്ടാലും ആന്റണിക്കിട്ടൊന്ന് പൊട്ടിച്ചിട്ടാണല്ലോ വിടുകയുള്ളൂ. അപ്പോൾ ആ ഒരു ദേഷ്യങ്ങളെല്ലാം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വൈരാഗ്യ ബുദ്ധി നമ്മുടെ ആന്റണി അവിടെ പ്രയോഗിക്കുകയാണ് കേട്ടോ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രേവതി കെട്ടിത്തീർത്ത് 500 പൂമാലയുടെ ഓർഡർ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത് ആന്റണി തന്റെ ഗുണ്ടകളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാണ്ട്. അത് മറ്റൊന്നിന് വേണ്ടിയിട്ടല്ല, ആ ഒരു വണ്ടിയോട് കൂടി തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോവുക, അതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മുടെ സച്ചി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂക്കളെ ഓരോന്നായിട്ട് കയറ്റി വിടുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് തന്നെ 2 പൂക്കളും കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ രേവതിയോട് ഒരു ഫോട്ടോ എടുക്കാൻ പറയുകയാണ്. രേവതി അതേ രീതിയിൽ തന്നെ സച്ചിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പൂക്കളെല്ലാം ഭദ്രമായി തന്നെ കെട്ടിവെച്ച് വണ്ടിക്കാരനെ പറഞ്ഞു വിടുകയാണ്. എന്നാൽ വണ്ടിക്കാരൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് ഒരു അഫെയർ ഉണ്ട്, അവളുമായിട്ട് വഴക്കിട്ട് സംസാരിച്ചുകൊണ്ട് പോകണ്ട. അങ്ങനെ പകുതിക്ക് എത്തുമ്പോഴത്തേക്കും വണ്ടി നിർത്തിയതിന് ശേഷം ഇദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് കട്ടായി പോകുന്നതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് സംസാരിക്കാനായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആന്റണിയുടെ ഗുണ്ടകൾ പിന്നാലെ വന്നിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിവരം പിന്നീട് നമ്മുടെ സച്ചി വിളിച്ചിട്ട് വണ്ടിയുടെ ഡ്രൈവർ പറയണം, എൻ്റെ വണ്ടി ഇതോളം മോഷണം പോയി, ഞാനൊന്ന് വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പറ്റിയതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിയും രേവതി ആകെ ഞെട്ടിപ്പോണ്ട്. അതിനുശേഷം ഇരുവരും കൂടി പലയിടങ്ങളിൽ ഈ വണ്ടി അന്വേഷിച്ചാലും കിട്ടുന്നില്ല. അപ്പോൾ ആന്റണി പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ ഒരു പൂമാല നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിലാണ് സച്ചി രേവതി ഉള്ളത്. സച്ചിയുടെ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രേവതി ഉറങ്ങാതെ കഠിനാധ്വാനം ചെയ്ത് കെട്ടിയ പൂമാലയാണ്, ആ ഒരു പൂമാലയാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. എന്നാൽ രേവതി ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വലിയ പ്രശ്നമാകും, പാർട്ടിയിൽ നിന്ന് കിട്ടിയ ഓർഡറാണ്, ഈ പൂമാല കൃത്യസമയത്ത് കൊടുത്തില്ല എന്നാണെങ്കിൽ അത് സച്ചിയെ ദോഷമായിട്ട് ബാധിക്കും. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് രണ്ടുപേരും ഭയങ്കര സങ്കടത്തിലായിട്ട് അങ്ങനെ നമ്മുടെ ആന്റണി മുഖേന വലിയൊരു കെണി തന്നെ സച്ചിക്കും രേവതിക്കായിട്ട് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.